ഇപ്പം 10 ലക്ഷം വേണം, അല്ലെങ്കിൽ 50 ലക്ഷം പ്രൈസ് അടിക്കണം, 1 കോടിയുടെ പ്രൈസ് അടിക്കണം, ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചിങ്ങലഗ്നത്തിന് 2 11 ഭാവാധിപൻ 11-ലോ 2-ലോ നിൽക്കുകയാണെങ്കിൽ 5-ാം നമ്പർ എടുക്കണം. അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് ബുധനാണ്. ബുധൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ 5-ആണ്. അത് 5 പേര് ചേർന്നെടുത്താൽ, അത് കൂട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ സർ, ജാതകത്തിൽ ധനലാഭം, ധനമാണ് എല്ലായിടത്തും പ്രശ്നം. അതെ, അപ്പോൾ ജാതകത്തിൽ ധനലാഭം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? അറിയാൻ പറ്റും. അത് 2 11 ഭാവം. അതിപ്പം സ്ത്രീയുടെ ജാതകമാണെങ്കിലും പുരുഷൻ്റെ ജാതകമാണെങ്കിലും 11 ഭാവം വിദ്യ പറയും. അതായത് ഉപരിപഠനം 11 ഭാവം പറയണം. അത് കുട്ടികളിൽ ഇപ്പോൾ ഒരു പഠനം പൂർത്തിയായി, ഉപരിപഠനം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് 9-ഉം 11-ാം ഭാവം. അപ്പോൾ 9 എന്ന് പറയുന്നത് ഭാഗ്യമാണ്. നമുക്കിപ്പം ഈ സാമ്പത്തികം ഇപ്പോൾ ചോദിച്ചത് ധനമാണ് ചോദിക്കുന്നത്, ധനലാഭം. ധനലാഭം എന്ന് പറയുന്നത് 2 11. 2-ാം ഭാവാധിപൻ 11-ൽ നിൽക്കുക, 11-ാം ഭാവാധിപൻ 2-ൽ നിൽക്കുക, പെട്ടെന്നുള്ള ധനാഗമം. അതിപ്പം ഷെയർ മാർക്കറ്റിലൊക്കെ നിൽക്കുന്നില്ലേ? അപ്പം എങ്ങനെ പറയാം, ട്രേഡിങ് 1 ലക്ഷം രൂപ മുടക്കും, 1 വർഷത്തിനകം 2.5 ലക്ഷമായിട്ട് തിരിച്ചെടുക്കും. ഇതൊക്കെ ലക്കല്ലേ? അപ്പോൾ ലക്ക് എന്ന് പറയുമ്പോൾ ലോട്ടറിയോ? ലോട്ടറിയും വരും അതിൽ, ലോട്ടറി ഇതിൽ വരും, ലോട്ടറി ഭാഗ്യം. ഇപ്പോൾ ഒന്നും വേണ്ട, ഇപ്പം വരുന്ന ബുധനാഴ്ച, അത് 9-ാം തീയതി ഓണം ബമ്പറാണ്. ഓണം ബമ്പറിൻ്റെ ഒരു പ്രത്യേകത 25 കോടിയാണ് അവർ കൊടുക്കുന്നത് ഫസ്റ്റ് പ്രൈസ്. പിന്നെ 20 പേർക്ക് 1 കോടി രൂപ വീതം കൊടുക്കുന്നുണ്ട്. 50 ലക്ഷം പേര് വെച്ച് 20 പേർക്ക് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു പ്രൈസായ 5000 വെച്ച് 5500 പേർക്ക് എങ്ങാണ്ടാണ് കൊടുക്കുന്നത്. അപ്പം ഇപ്രാവശ്യം ആർക്കും പ്രയാസപ്പെടേണ്ട, ഒരു ചെറിയ പ്രൈസെങ്കിലും കിട്ടുമെന്നുള്ളത് ഉറപ്പിക്കാം. പിന്നെ ലക്ഷങ്ങളാണ് ടിക്കറ്റ് വിൽക്കുന്നത്. അപ്പോൾ അതിൽ നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോൾ ഒരു ഗ്രഹ നിലയിൽ ഒരു സ്ത്രീയുടെ ജാതകത്തിലാണെങ്കിലും ഒരു പുരുഷൻ്റെ ജാതകത്തിലാണെങ്കിലും 2-ാം ഭാവാധിപൻ 11-ൽ, 11-ാം ഭാവാധി 2-ൽ. അപ്പോൾ ഒരു എളിമയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പം ചിങ്ങലഗ്ന ജാതകൻ, രാശിയല്ല ലഗ്നം, 2-ാം ഭാവാധിപനായ ബുധൻ മിഥുനത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ 2-ാം ഭാവാധിപൻ 11-ലായി. ഇവർക്ക് ഈ കൂടുതലും റിയൽ എസ്റ്റേറ്റ്, ട്രേഡിങ്, ഇപ്പോൾ പറഞ്ഞ ഷെയർ മാർക്കറ്റ്, പെട്ടെന്നുള്ള ധനാഗമം. ഇവർ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കിട്ടും ലോട്ടറി. അപ്പോൾ സംഖ്യ പറയണം. മറ്റുള്ളത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്ര എന്നാണ്. ലോട്ടറി എടുക്കുന്നത് നമ്പർ നോക്കിയാണ്. ഇപ്പോൾ 6 സംഖ്യ കൂട്ടുന്നവരുണ്ട്, 4 സംഖ്യ മാത്രം കൂട്ടുന്നവരുണ്ട്. എന്ന് വെച്ചാൽ 5000 പ്രൈസ് കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ. ഇപ്പം 10 ലക്ഷം വേണം, അല്ലെങ്കിൽ 50 ലക്ഷം പ്രൈസ് അടിക്കണം, 1 കോടിയുടെ പ്രൈസ് അടിക്കണം, ഫസ്റ്റ് പ്രൈസ് തന്നെ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഈ ചിങ്ങലഗ്നത്തിന് 2 11-ാം ഭാവാധിപൻ 11-ലോ 2-ലോ നിൽക്കുകയാണെങ്കിൽ 5-ാം നമ്പർ എടുക്കണം. അതിൻ്റെ ഉടമ എന്ന് പറയുന്നത് ബുധനാണ്. ചിങ്ങലഗ്നത്തിന് 2-ാം ഭാവം കന്നി, 11-ാം ഭാവം മിഥുനം, അതിൻ്റെ അധിപനം എന്ന് പറയുന്നത് ബുധൻ. ബുധൻ്റെ സംഖ്യ എന്ന് പറഞ്ഞാൽ 5-ആണ്. അത് 5 പേര് ചേർന്നെടുത്താൽ, അത് കൂട്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രൈസ് ഉറപ്പ്. അങ്ങനെ പ്രൈസ് കിട്ടും. അതുപോലെ ഇപ്പം ബാക്കിയുള്ള ജാതകം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഈ പ്രൈസിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ നോക്കാം. അത് നറുക്കെടുപ്പിൻ്റെ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ബുധനാഴ്ച 2:30-ക്കാണ്. അന്ന് മൂലനക്ഷത്രമാണ്, ധനുരാശിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിലൊരു 5 രാശിക്കാർക്ക് കിട്ടാനുള്ള ഭാഗ്യമുണ്ട്. അത് നമുക്ക് പറയാൻ സാധിക്കും. എങ്ങനെയാണ് ഇത് നമുക്ക് നോക്കാം. ഇപ്പം കുംഭലഗ്നം, ലഗ്നമല്ല, ഇവിടെ ഇപ്പോൾ രാശിയാണ് നമ്മൾ നോക്കുന്നത്. ലോട്ടറിയുടെ ഇതെന്ന് പറയുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് 9-ാം തീയതി ഈ മാസം. അപ്പോൾ നമുക്ക് രാശി നോക്കുമ്പോൾ ധനുരാശി വരുന്നുണ്ട്. അതിൽ ഏതെല്ലാം രാശിക്കാർക്ക് പ്രൈസ് കിട്ടും അന്നത്തെ ദിവസം ബുധനാഴ്ച മൂലനക്ഷത്രം. ആദ്യം നമുക്കിപ്പം കുംഭ രാശിക്കാർ എടുക്കുകയാണെങ്കിൽ അതിൽ അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാരി. ഇവർക്ക് ഭാഗ്യസ്ഥാനത്താണ് ആര് നിൽക്കുന്നു? ശുക്രൻ നിൽക്കുന്നു. അന്നത്തെ പ്ലാനറ്റ് അനുസരിച്ച് കുംഭത്തിൻ്റെ 4-ാം ഭാവാധിപനായ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്. 5-ാം ഭാവാധിപനായ ബുധൻ ഉച്ചം ഭവിച്ച് എവിടെ നിൽക്കുന്നുണ്ട്? കന്നിയിൽ നിൽക്കണം. അപ്പോൾ ഏത് സംഖ്യ എടുക്കണം? 6-ാം നമ്പർ എടുത്താൽ പ്രൈസ് ഉറപ്പ്. അത് കൂട്ടി വരുന്ന സംഖ്യയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം സംഖ്യ എന്ന് പറഞ്ഞാൽ 6 നമ്പരാണ്. 6 കൂട്ടിക്കഴിഞ്ഞാൽ 6-ാം നമ്പർ വരണം, അല്ലെങ്കിൽ 5. സെക്കൻഡ് ചോയ്സ് എന്ന് പറഞ്ഞാൽ 5-ആണ്. അത് കുംഭരാശിക്കാർക്ക്. അപ്പോൾ ഈ ടിക്കറ്റിൽ എടുക്കുന്ന ഇത് നമ്പരാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.